അജ്ഞാതൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇതിൽ പറയുന്നത് പ്രായോഗികമായിട്ട് എങ്ങനെ കടക്കെണിയിൽപ്പെട്ട ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള സൈഡ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പണം ഉണ്ടാക്കാം. അതായത് നിങ്ങളുടെ കടക്കെണിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അല്ലെങ്കിലും അത്യാവശ്യം എക്സസ്, അതായത് നിങ്ങളുടെ ജോലി തുടരുന്നതുകൊണ്ട് തന്നെ സൈഡ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, വളരെ വലിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് അജ്ഞാതൻ സംസാരിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ. അപ്പോൾ അത് കൂടാതെ പറഞ്ഞിരുന്നു, അതായത് ഒരു 32 പ്രോജക്റ്റുകൾ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ പ്രോജക്റ്റുകളും വലിയ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് 32 പദ്ധതികൾ അജ്ഞാതൻ നിർദ്ദേശിക്കുന്നു. അതിലൊരു 10 എണ്ണമാണ് ഇതിൽ പറയുന്നത്. ഒരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, അതും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്കിവിടെ പ്രധാനമായിട്ടും സൈഡ് ബിസിനസ്സുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ട്, ഓക്കെ, ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം. ഓക്കെ, ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു ഓഫീസിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ആവശ്യമോ കടയുടെ ഒരു കെട്ടിടമൊന്നും വേണ്ട. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൽ 10-ലധികം മാർഗങ്ങളിൽ കൂടെ സ്ഥിര വരുമാനം കൂടാതെ നിങ്ങൾക്ക് ഈ കടങ്ങളൊക്കെ തീർക്കാനായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ അത് നിരവധിയുണ്ട്. ഇതിനകത്ത് ഏകദേശം 10-ലധികം ഇത് മാർഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ തൊഴിൽ തുടർന്നുകൊണ്ട് തന്നെ സൈഡ് ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ആണ് ഇതിനകത്ത് പറയുന്നത്. പണച്ചെലവ് 5 പൈസ ചിലവില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു 2000 മുതൽ 5000 വരെയുള്ള പണച്ചെലവുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അജ്ഞാതൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങളുടെ കടം തീർക്കുക എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ലോകത്തിലെ 827 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. ആ കടക്കെണിയിൽപ്പെട്ട മുഴുവൻ പേരുടെയും കടം തീർക്കുക എന്നുള്ളത് തന്നെയാണ് അജ്ഞാതൻ്റെ പ്രധാന ജീവിത ലക്ഷ്യം. നിങ്ങളോടൊപ്പം അജ്ഞാതനുണ്ട്, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഊർജവും സമയവും ചെലവാക്കാൻ വേണ്ടി അജ്ഞാതനുണ്ട്. മരണം വരെയും, അജ്ഞാതൻ്റെ മരണം വരെ അത് തുടരുകയും ചെയ്യും. അജ്ഞാതൻ മരിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല, ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നിരവധി നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അജ്ഞാതനോടൊപ്പം കൂടുക. അജ്ഞാതൻ്റെ സൗഹൃദം ഇഷ്ടപ്പെടുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ അത് പൊതുവെ ആരും ചെയ്യാറില്ല. നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ പറയുന്നത്. അതിന് 1 രൂപ ചിലവില്ല. നിങ്ങളുടെ ജോലി എന്തായാലും, സർക്കാർ ജോലിയായാലും പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയായാലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാം തന്നെ സൈഡ് ബിസിനസ്സായിട്ട് നിസ്സാരമായിട്ട് 1 രൂപ ചിലവില്ലാത്ത കാര്യങ്ങൾ. പക്ഷേ അത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ, പക്ഷേ ഞങ്ങളത് എടുത്തു പറയുന്നു. തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാം.
അതായത് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്, ആരോഗ്യ ഇൻഷുറൻസും ഉണ്ട്, അതുപോലെ സാധാരണ രീതിയിലുള്ള ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതിന് പണച്ചെലവുകളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ബ്രോക്കർ ആയിട്ട് പ്രവർത്തിക്കുക. അതായത് സ്ഥലം വിൽപ്പനയുടെ അല്ലെങ്കിൽ വീട് വിൽപ്പനയുടെ ബ്രോക്കറായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അതിനൊന്നും 5 പൈസ ചിലവുള്ളതൊന്നുമല്ല. അപ്പോൾ 3 മാർഗങ്ങൾ: ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. അങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലികളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ 3 ആയി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടെന്ന് കരുതുക. ഓക്കെ, സെയിൽസ് സ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 5,000 മുതൽ 10,000 വരെയൊക്കെ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മാർഗം പറയാം. 1 ഗ്രാം സ്വർണത്തിന് നമുക്കറിയാം 14,355 രൂപ ഒക്കെയാണ് ഇപ്പോൾ വില. ഓക്കെ, അപ്പോൾ 1/2 ഗ്രാമിനോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, 1/2 ഗ്രാമിനൊക്കെ സ്വർണം ആഭരണം കിട്ടുമോ? കിട്ടും. ഓക്കെ, ഞാൻ വാങ്ങിക്കാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ വാങ്ങിക്കാറുണ്ട്. 1/2 ഗ്രാം സ്വർണത്തിന് ഇപ്പോൾ ഏകദേശം 7,500 രൂപ. ഏത് പണിക്കൂലിയും പണിക്കുറവും ഇതൊക്കെ ചേർത്ത് ആണെങ്കിൽ തന്നെയും നമുക്ക് ഏകദേശം 7,500 രൂപയ്ക്ക് 1/2 ഗ്രാം സ്വർണം കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? 1-ാം തീയതി നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ കണ്ണുമടച്ച് സ്വർണം വാങ്ങിക്കാം, മറ്റൊന്നിനും ചിലവാക്കരുത്. അപ്പോൾ പണിക്കൂലി ഉൾപ്പെടെ 1/2 ഗ്രാമിന്, അതായത് 500 മില്ലിഗ്രാമിൻ സ്വർണത്തിന് ആഭരണമേ വാങ്ങിക്കാറുള്ളൂ, നാണയം വാങ്ങിക്കരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ചോദിക്കും, പലചരക്കടയിലൊന്നും കാശ് കൊടുക്കണ്ടേ? കൊടുക്കാം. എങ്ങനെ? നിങ്ങൾ 7,500 രൂപയ്ക്ക് നിങ്ങൾ സ്വർണം വാങ്ങിക്കുന്നു, 1/2 ഗ്രാം സ്വർണം. എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി അത് പണയം വെക്കുക. ഓക്കെ, അപ്പോൾ 7,500 രൂപയ്ക്ക് നമ്മൾ സ്വർണത്തിൻ്റെ ഒരു ചെറിയ ലോക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ വള വാങ്ങിക്കാം. പൈസ കൂടുതലുള്ളവർക്ക് 1 ഗ്രാമിൻ്റെയും വാങ്ങിക്കാം. ഓക്കെ, കൂടുതലല്ല. അതായത് നിങ്ങളുടെ ശമ്പളം എത്രയാണോ അത് നിങ്ങൾ കണ്ണുമടച്ച് സ്വർണം വാങ്ങിക്കുക. അതിനുശേഷം അത് പണയം വെക്കുക. ഇപ്പോൾ 7,500 രൂപയാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ നിങ്ങൾ 7,500 രൂപ സ്വർണം വാങ്ങിച്ചിട്ട് നിങ്ങൾ പണയം വെക്കുമ്പോൾ ഏകദേശം 4,725 രൂപയൊക്കെ പണയം വെച്ചാൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ സ്വർണത്തിന് അമിതമായിട്ട് ഇങ്ങനെ വില കയറുന്നതുകൊണ്ട് ബാങ്കുകളൊക്കെ 63% കൂടുതലൊന്നും കടം കൊടുക്കത്തില്ല. അതുപോലെ പല ബാങ്കുകളിലും പല പലിശ നിരക്കാണ് ഉള്ളത്. അതൊക്കെ നോക്കി ഏറ്റവും കുറവുള്ള പലിശ കുറവുള്ള ബാങ്കിൽ വെക്കുക. ഓക്കെ, അപ്പോൾ സാധാരണ പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ 4,725 രൂപ പണയം എടുക്കുമ്പോൾ ഏകദേശം 23% മുതൽ മുകളിലേക്കാണ് ഈ പലിശ എടുക്കുന്നത് പ്രൈവറ്റ് ബാങ്കുകളിൽ. അതേസമയം SBI പോലുള്ള ബാങ്കുകളിലൊക്കെ 10-12% താഴെയാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 7,500 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്വർണം മേടിച്ച് 4,725 പണയം വെക്കുന്നു. അപ്പോൾ നിങ്ങൾ
ഈ 4725 രൂപ ഒരു മാസത്തെ ചിലവായിട്ട് കൂട്ടുക. അപ്പോൾ ഏകദേശം 2700ഓളം രൂപ നിങ്ങൾക്ക് ശമ്പളത്തിൽ കുറവ് വരുന്നു ആ മാസം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ചിലവ് ചുരുക്കുക. ഒരു 2800 രൂപ, ഓക്കെ, ഏറ്റവും കുറഞ്ഞ ശമ്പളക്കാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിന് അനുസരിച്ച് കൂടുതൽ ശമ്പളമുള്ളവർ അതിനനുസരിച്ച് കണക്കാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 4725 രൂപയ്ക്ക് ഒരു മാസം ഏകദേശം 91 രൂപയാണ് മാസം പലിശ വരുന്നത്. അപ്പോൾ അതിൻ്റെ പലിശ ഈ 91 രൂപ അടയ്ക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. അത് നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണ്ട. 7500 രൂപയുടെ സ്വർണം നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, 4725 രൂപ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ സ്വർണത്തിന് വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരാശരി ഒരു 7% കൂടുതൽ വിലവർധന ഉണ്ടാകുന്നുണ്ട് സ്വർണത്തിന് ഓരോ മാസവും. അപ്പോൾ ശരാശരി 7% വില കയറി ഒരു മാസം കൊണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണയത്തിലിരിക്കുന്ന വസ്തു അത് റീപ്ലഡ്ജ് ചെയ്യാം, വീണ്ടും എടുത്തിട്ട് പണയം വെക്കാം. അതായത് നിങ്ങൾ പുതുക്കി വെക്കുന്നു. 7500 രൂപയുടെ സ്വർണം നിങ്ങൾ ആദ്യം പണയം വെച്ചപ്പോൾ 4725 രൂപ കിട്ടി. അതേസമയം ഈ സ്വർണത്തിന് വില കയറിയത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 525ഓളം രൂപ കൂടുതൽ നിങ്ങൾക്ക് വില കൂടിയാണെങ്കിൽ റീപ്ലഡ്ജ് ചെയ്ത് കൂടുതൽ പണം വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: 7500 രൂപയുടെ സ്വർണം 4725 പണയം വെച്ചു. പിന്നെ സ്വർണത്തിന് ഏകദേശം ശരാശരി 7% വില കൂടിയപ്പോൾ നിങ്ങൾക്ക് 525 രൂപയും കൂടെ നിങ്ങൾക്ക് വീണ്ടും പണയം വഴി റീപ്ലഡ്ജ് വരുന്ന വഴി നിങ്ങൾക്ക് ലഭിക്കും. ആ പണം നിങ്ങൾ സ്വർണം പണയം വെച്ചതിൻ്റെ പലിശ അടയ്ക്കുക. ആദ്യം 91 രൂപ അടയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾ അടച്ചിട്ട് ബാക്കിയുള്ള തുക ഏകദേശം 434 രൂപയോളം നിങ്ങൾക്ക് പണയം വെച്ച മുതലിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 11 മാസം കൊണ്ട് ശരാശരി ഈ 7500 രൂപയുടെ സ്വർണ്ണം നമ്മൾ 4725 പണയം വെച്ചല്ലോ, ആ എമൗണ്ട് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും അടച്ചു തീർക്കാം. അതുമാത്രമല്ല, ഏകദേശം ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ പണയം വെച്ച സ്വർണം നിങ്ങൾക്ക് തിരികെ എടുക്കാനും പറ്റും. അത് നിങ്ങൾ വിൽക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് 7500 രൂപയുടെ സ്വർണം ഒരു വർഷം കൊണ്ട് ഇരട്ടിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ കൂടുതൽ തുക പണയമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ എമൗണ്ട് മുതലിൽ അടയ്ക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വർണം തിരികെ എടുക്കാം. ഏകദേശം 10,000 മുതൽ 15,000 20,000 രൂപ വരെ നിങ്ങൾക്ക് ആ സ്വർണം വിൽക്കാം. നിങ്ങൾക്ക് വാങ്ങിച്ച ആ സ്വർണ്ണക്കടയിൽ തന്നെ. ഓക്കെ, അപ്പോൾ 7,500 രൂപ നിങ്ങൾ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം കിട്ടിയ ശമ്പളം മുഴുവൻ വെച്ച് നിങ്ങൾ സ്വർണം വാങ്ങിച്ച് പണയം വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് മുഴുവൻ തിരിച്ചടയ്ക്കാം, സ്വർണത്തിൻ്റെ വില കയറുന്നതിൻ്റെ അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് വർഷാവസാനമെങ്കിലും 11-12 മാസം കൊണ്ട് അത് മുഴുവൻ അടച്ച് തിരികെ എടുത്ത് വിറ്റ്
7,500 രൂപയുടെ സ്വർണം നിങ്ങൾ 15,000 വിൽക്കുന്നു. ഓക്കെ, ഇതൊരു ബിസിനസ്സാണ്, പുതിയ രീതിയിലുള്ള ബിസിനസ്സാണ്. ഓക്കെ, അത് താല്പര്യമുള്ളവർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി ഞങ്ങൾ പറയുന്ന ഇതാണ്, തീർച്ചയായിട്ടും നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കാര്യം നടക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു പുതിയ ശൈലി ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. അത് ഇന്ന് വരെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്ന ഒരു രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ആദ്യമായിട്ട് അജ്ഞാതൻ പറയുന്ന, നിർബന്ധമായിട്ട് പറയുന്ന കാര്യം ഇതാണ്: കൃത്യനിഷ്ഠ പാലിക്കുക. അതായത് നിങ്ങൾ രാവിലെ ഉണരുന്നതിനും ഉറങ്ങുന്നതിനും ഒക്കെ കൃത്യനിഷ്ഠ പാലിക്കുക. പ്രാർത്ഥിക്കുന്നതിൽ കൃത്യനിഷ്ഠ പാലിക്കുക. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് ഏകദേശം ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ വെളിച്ചം ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ജ്യോതിഷ ചാനൽ. അതിൽ ബ്രഹ്മമുഹൂർത്തം ഓരോ ദിവസവും എത്ര മണിക്കാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വെളിച്ചം ചാനൽ നിങ്ങൾ കാണുക, ജ്യോതിഷം ചാനൽ. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഇതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 8-ാം തീയതിയാണ്, ഞായറാഴ്ച. ഓക്കെ, 8-ാം തീയതി ബ്രഹ്മമുഹൂർത്തം രാവിലെ 5:16 AM മുതൽ രാവിലെ 6:04 AM വരെ ആയിരുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈമിങ് അറിയാൻ വേണ്ടി നമ്മൾ ഈ വെളിച്ചം ചാനൽ കണ്ട് അതിൻ്റെ ദിനഫലങ്ങൾ, രാശിഫലങ്ങൾ പറയുന്നതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഓരോ 2 ദിവസം കൂടുമ്പോഴും ആ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക. ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാവിലെ ആ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദുരാത്മാക്കളെല്ലാം മാറി നിൽക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതുമാത്രമല്ല, ഭൂമിയിൽ ഏറ്റവും പോസിറ്റീവ് എനർജി വരുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല, എന്ത് ചെയ്താലും അതിനൊരു 100% പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എത്ര മണിക്കാണ്? രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പ്രാർത്ഥിക്കുക. 1, അത് കൃത്യസമയത്തായിരിക്കണം. ഇപ്പോൾ രാവിലെ 5:15 നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാളെയും 5:15 തന്നെ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ 5:15 പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ രാവിലെ 5:15 നമ്മുടെ അരികിൽ, നമ്മളെവിടെ ആയാലും, വീട്ടിലായാലും പുറത്തായാലും എവിടെ ആയാലും, നമ്മുടെ തൊട്ടരികിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഈ 5:15 ആ സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ 8 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഔര്യം പോലെയൊക്കെ എഴുന്നേറ്റ് ദൈവമേ എന്നെ അങ്ങ് രക്ഷിച്ചേക്കണേ എന്നൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ പ്രാർത്ഥന കേൾക്കില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് വൃത്തിയായി വിളക്ക് കത്തിച്ച് കൃത്യസമയത്തിന് പ്രാർത്ഥിക്കുക. കുളിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും എന്തിന് ഒരു ചായ കുടിക്കുന്നതിന് പോലും ടൈം വെക്കുക. ഷാർപ്പ് ടൈം, കൃത്യസമയം. എന്നിട്ട് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ, ആരാധനാലയങ്ങൾ ഏതിലായാലും പോകുന്നത്
കൃത്യസമയത്തിനായിരിക്കണം. അതുപോലെ രാവിലെ ആഹാരം കഴിക്കുന്നത് നിർബന്ധമായിട്ടും കൃത്യസമയത്തിനായിരിക്കണം. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നത് കൃത്യസമയത്തിനായിരിക്കണം. അപ്പോൾ ഈ കൃത്യനിഷ്ഠ പാലിച്ചാൽ, അതായത് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കുളിക്കുന്നതിനും ചായ പോലും കുടിക്കുന്നത് പോലും കൃത്യസമയത്തിനായിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൃത്യസമയത്തിന്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന, ലഞ്ച് കഴിക്കുന്ന കൃത്യസമയം, അത്താഴം കഴിക്കുന്നത് കൃത്യസമയം, വൈകിട്ട് കുളിക്കുന്നത് കൃത്യസമയം, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളെല്ലാം കുറയുകയും ചെയ്യുമെന്ന് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃത്യമായിട്ട് ഈശ്വരൻ കേൾക്കുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ കേൾക്കാത്തതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊന്നും നടക്കാത്തത്. അപ്പോൾ കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിച്ച് പോവുക. ഇത് നമ്മുടെ അജ്ഞാതൻ്റെ പല നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു. അല്ല, 3, 4, 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു. ഇൻഷുറൻസിൻ്റെ കാര്യം 2 എണ്ണം പറഞ്ഞു, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു, സ്വർണത്തിൻ്റെ കാര്യവും പറഞ്ഞു. സ്വർണത്തിൻ്റെ ബിസിനസ് തുടങ്ങുന്നത് അതിനൊക്കെ ഈ പറഞ്ഞതിനൊന്നും പണച്ചെലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇനി അജ്ഞാതം പറയുന്ന ഇതാണ്: നിങ്ങൾ 1 മാസത്തെ ശമ്പളം എടുത്ത് ഒരു 5000 രൂപ നമ്മൾ വളരെ റിസ്ക് എടുത്ത് സംഘടിപ്പിച്ച് ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങുക. എന്ന് പറയുമ്പോൾ 5000 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ലെന്ന് നിങ്ങളെല്ലാവരും പറയും. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഡൽഹിയിൽ സദർ ബസാർ എന്നും പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ കച്ചവടം നടക്കുന്ന മാർക്കറ്റാണ് സദർ ബസാർ. അത് നമ്മുടെ ഡൽഹിയിൽ. ആ ഡൽഹിയിൽ നിങ്ങൾ പോകണ്ട. പക്ഷേ നമ്മളൊക്കെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ സദർ ബസാറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ 5000 രൂപ മുതൽ മുടക്കുള്ള ബിസിനസ്, 5000 റുപ്പീസ് ബിസിനസ് ഇൻ സദർ ബസാർ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിരവധി വീഡിയോസ്, ആയിരക്കണക്കിന് വീഡിയോസ് വരും. അതിൽ നിരവധി ഈ 5000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകൾ. അത് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഷോപ്പിൻ്റെ ആവശ്യമില്ല. കാര്യം ഇച്ചിരി വലിയൊരു ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് കൊള്ളുന്ന സാധനം നമുക്ക് കിട്ടും. പേന, പെൻസില്, അതുപോലെ ബ്യൂട്ടി ഐറ്റംസ്, ഈ സൗന്ദര്യ സ്ത്രീകളുടെ വളയും മാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ 5000 രൂപയ്ക്ക് സദർ ബസാറിൽ കിട്ടും. അത് നിങ്ങൾ സദർ ബസാറിൽ ഡൽഹിയിൽ പോവുകയൊന്നും വേണ്ട. ഇതിൻ്റെ വീഡിയോകൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഫോൺ നമ്പറുകൾ നിരവധിയുണ്ട്. അതിൽ വിളിച്ചിട്ട് അവരുടെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്യുകയോ അതല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് ഡ്രാഫ്റ്റായിട്ട് അയക്കുകയോ ചെയ്യുക. അതൊന്നും ഈ ഡൽഹിയിലെ കാര്യമാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ അതിന് ഈ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും വരില്ല, ഉറപ്പ് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്, അതുപോലെ ബാങ്ക് വഴിയാണ് കാശ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സദർ ബസാറിലെ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് സമ്മർദ്ദം ഉള്ള ബിസിനസ്സുകാരാണ്. അവർ കള്ളത്തരം ഒന്നും ചെയ്യാറില്ല. എൻ്റെ നിരവധി സുഹൃത്തുക്കൾ
10,000-വും ലക്ഷങ്ങളും ഒക്കെ അയച്ച് സാധനങ്ങൾ വരുത്തി കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, പേന, പെൻസില്, റബ്ബർ അതുപോലുള്ള പഠന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ബ്യൂട്ടി ഐറ്റംസ്, അതുപോലെ ഒരു 10,000-കണക്കിന് പ്രോഡക്റ്റുകളുണ്ട്, 10,000-കണക്കിന്. അത് നിങ്ങൾക്ക് ഒരു പെട്ടിക്കകത്ത് ഒതുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 5,000 രൂപയ്ക്ക് നിങ്ങൾ സാധനം എടുക്കുക. 1 രൂപയ്ക്ക് പേന കിട്ടിയാൽ നിങ്ങൾക്ക് 5 രൂപയ്ക്ക് വരെ വിൽക്കാം. അത് നിങ്ങൾ കൊണ്ടുകിടന്ന് വിൽക്കണമെന്നില്ല. മറിച്ച് നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അതിനകത്ത് ഈ പല ഐറ്റംസ് നമുക്ക് കയറ്റാം. പക്ഷേ നിങ്ങൾക്ക് ഷോപ്പില്ല, നിങ്ങളൊരു ജോലിക്കാരനാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, അവധി ദിവസങ്ങളിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ ഹോൾസെയിലായിട്ട് കൊടുക്കുക. അതായത് 1 രൂപയുടെ സാധനം നിങ്ങൾക്ക് 5 രൂപയ്ക്ക് വരെ വിൽക്കാം. ഹോൾസെയിൽ വിലയിൽ 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ ഈ സാധനങ്ങൾ, നിരവധി ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിസ്സാരമായിട്ട് കിട്ടും. സദർ ബസാറെന്ന് മാത്രം അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി, നിരവധി വീഡിയോസ് കിട്ടും. അതിൽ ഒരു ഫോൺ നമ്പർ ഞാൻ പറയാം, 9256221863. പിന്നെ വേറൊരു നമ്പർ 7351917524. ഇതുപോലെ 10,000-കണക്കിന് ഫോൺ നമ്പരും 10,000-കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതിൽ ബന്ധപ്പെട്ട് ഇത് നിങ്ങൾ എടുക്കുക. അതായത് 5,000 രൂപയുടെ സാധനം നിങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തിട്ട് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് വിൽക്കാൻ പറ്റും. നിങ്ങൾ വലിയ കൂടിയ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്നും വിൽക്കാൻ കൊണ്ടുചെല്ലല്. പകരം ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ മുറുക്കാൻ കടകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ചെറിയ പലചരക്ക് കട അതുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കടകളിൽ കൊണ്ടുവന്ന് 1 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് വിൽക്കുക. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് 5,000 രൂപ 10,000 ആക്കാൻ ഏറ്റവും കുറഞ്ഞ് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം നമ്മൾ 8 ഐറ്റം പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ലോട്ടറിയിലും ഒരു കൈ നോക്കാവുന്നതാണ്. ഒരു 2,000-3,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കുറേ ലോട്ടറി എടുത്ത് വിൽക്കാൻ പറ്റും. അത് ഇപ്പോൾ അതിനായിട്ട് വേണ്ടി ഇറങ്ങണമെന്നില്ല. വേറെ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വിറ്റഴിച്ച് കാശുണ്ടാക്കാവുന്നതാണ്. ലോട്ടറിയിലും നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കാം. അത് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുകയല്ല, വിൽക്കുകയും നിങ്ങൾ അത് കയ്യിൽ ചിലഭാഗത്ത് കൈ വെച്ച് നിങ്ങൾക്ക് റിസൾട്ടൊക്കെ നോക്കി ഭാഗ്യമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 8-9 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളാണ്. അതൊരു 4-5 എണ്ണം ഞാൻ പറയാം. അതൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക, ബൈക്കോ കാറോ ഉണ്ടെന്ന് വിചാരിക്കുക. ആഴ്ചയിൽ 7 ദിവസത്തിൽ നിർബന്ധമായിട്ടും 2 ദിവസം നിങ്ങൾ വാഹനം ഉപയോഗിക്കരുത്. പെട്രോൾ ലാഭിക്കാൻ തന്നെ, അതും വരുമാന മാർഗമാണ്. ഓക്കെ. എന്നിട്ട് പറ്റുന്നിടത്തല്ല നിങ്ങൾ നടന്ന് തന്നെ പോവുക. ഓക്കെ. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നില്ല, പകരം കണ്ണുമടച്ച് നിങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നു. ആട്ടോയിലൊന്നും കയറി കാശ് കളയരുത്. പണം ലാഭിക്കുക, ചിലവ് ചുരുക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. വലിയൊരു എക്സ്പെൻസാണത്. ഏകദേശം ഒരു കുടുംബം, ഒരു 4 പേരുള്ള ഒരു കുടുംബം സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു
300-400 രൂപ ചിലവാണ്. ആ പണം നിങ്ങൾ സ്വർണം വാങ്ങിച്ച് പണയം വെച്ച് അവിടെ നിങ്ങൾ ആ കാശ് അടയ്ക്കുക. ഓക്കെ. പിന്നെ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഒരു മാസം 30 ദിവസമുണ്ട്. 30 ദിവസം 3 നേരം, അതായത് 90 നേരം നിങ്ങൾ ആഹാരം കഴിക്കുന്നു. ഒരു മാസം നിങ്ങളൊരു 20 ദിവസം 20 നേരം, അതായത് 30 ദിവസത്തിൽ 3 നേരം എന്ന് വെച്ച് നോക്കുമ്പോൾ 90 നേരം നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട്. അതിൽ 20 തവണ 20 നേരം നിങ്ങൾ ഫുഡ് ഐറ്റം, പ്രത്യേകിച്ച് രാവിലെ ഏത്തക്ക, അതുപോലെ പുഴുങ്ങിയ മുട്ട മാത്രം കഴിക്കുക. 90 നേരവും അത് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ചിലവാകുന്നില്ല കാര്യമായിട്ട്. മറ്റ് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഗ്യാസിൻ്റെ ഒരു ഉപയോഗം കാര്യമായിട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിക്കോളൂ. അതായത് ഏത്തക്ക, അത് പുഴുങ്ങണമെന്നില്ല, ഗ്യാസ് ലാഭിക്കുക. അവിടെ ഏത്തക്ക പ്ലസ് പുഴുങ്ങിയ മുട്ട. ഓക്കെ. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ 20 നേരം, അതായത് ഒരു മാസം 30 ദിവസം 3 നേരം വെച്ച് 90 നേരം നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ 20 നേരം ഈ ഏത്തക്കയും മുട്ടയും ഇട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാം. അത് മാത്രമല്ല മോശമല്ലാത്തൊരു തുക നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിപ്പോൾ 10-ലധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വലിയൊരു പ്രോജക്റ്റ് അവതരിപ്പിച്ചിരുന്നു. ശ്രീ ജീസസ് സാംബശിവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ളൊരു വിവരണം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും നിങ്ങൾ കേൾക്കുക. ഓക്കെ. ഇനിയിപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഏകദേശം 18ഓളം, ഇപ്പോൾ ഏകദേശം 12ഓളം സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന പല രീതിയിലുള്ള പല ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏകദേശം 20ഓളം നിർദ്ദേശങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വരാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. തൽക്കാലം വിരമിക്കുന്നു. നമസ്കാരം.